ഒരു ഗ്രാഫിക് ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ നോക്കി നടക്കുന്ന ഒരാള് എന്നൊരു സാധനമേ ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ ഒരു കോളേജുകൾ പോലെ നമ്മൾ ലെക്ചറിന് പോകുന്നു, നമ്മൾ എല്ലാ ഈ നോട്ട്സ് എഴുതുന്നു പറയുന്നത് അതിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ഇതിലെ കോമ്പോസിഷൻസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന പരിപാടി. ചിലപ്പോൾ അതിലേക്ക് സ്പാർക്കുള്ള പിള്ളേരുണ്ടാവും. പഠിക്കുന്ന സാധനമായിരിക്കില്ല ഒരിക്കലും. ഇപ്പം എന്താ പറയുക, ഡോക്ടർ ആവാൻ പഠിച്ചിട്ട് സർജറി ചെയ്യുമ്പോൾ നമുക്ക് സർജിക്കൽ ബ്ലേഡ് തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രാക്ടീസ് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ഛൻ പണി എന്ന് പറയുന്നൊരു ഫീൽഡ് ഞാൻ എക്സ്പ്ലോർ ചെയ്യണത്. അപ്പോൾ ചിത്രം വരച്ചാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു. മീഡിയ പീഡിയയിലെ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഗ്രാഫിക് ഡിസൈനറായ ഷോദിൽ പുത്തൂരാണ്. ഹലോ, നമസ്കാരം. ഹലോ. ഷോദിലിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് പറയാൻ. ആദ്യമായിട്ട് തന്നെ തുടങ്ങട്ടെ. നമ്മള് ഗ്രാഫിക് ഡിസൈനർ ആണെന്ന് പറഞ്ഞു. MG യൂണിവേഴ്സിറ്റിയുടെ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സിൽ മാസ്റ്റേഴ്സിൽ റാങ്ക് ഹോൾഡറും കൂടെ ആണ് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഗ്രാഫിക് ഡിസൈനിങ്ങിനെ കുറിച്ച്, ആ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കുറെ പേര് ഈ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട് അല്ലേ? അതെ, സംഗതി ശരിയാണ്. ഇത്തിരി സ്ട്രഗ്ലിംഗ് ആയിരുന്നു എന്റെയൊക്കെ സമയത്ത് ഈ മേഖലയിലേക്ക് വരാന്ന് പറയുന്നത് തന്നെ. മീഡിയ ഇപ്പൊ പൊന്തി നിൽക്കുന്ന ഒരു സെറ്റപ്പിലൊന്നും അന്ന് പൊന്തി നിന്നിരുന്നില്ല. അന്നൊരു ഗ്രാഫിക് ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ നോക്കി നടക്കുന്ന ഒരാള് എന്നൊരു സാധനമേ ഉണ്ടായിരുന്നുള്ളൂ. നെഗറ്റീവായിട്ട് ഒന്നും വേണ്ട. ഞാൻ പറയുന്നത് അന്നത്തെ കാലത്ത് ഇംപ്രഷൻ അതായിരുന്നു. അപ്പോൾ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു അന്നത്തെ സമയത്ത്. എനിക്ക് വരയ്ക്കണ ഒരു കോഴ്സ് പഠിച്ചാൽ മതി, വരയ്ക്കണ കോഴ്സ് പഠിച്ചാലേ എൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നൊരു സാധനം പറയാനും നടപ്പിലാക്കാനും അന്ന് കുറച്ച് സ്ട്രഗിളിംഗ് ആയിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചും കൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു ടീനേജേഴ്സിനും. പക്ഷേ നമ്മളിപ്പോ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഓൾറെഡി ഇപ്പൊ എല്ലാവരും കുറച്ച് ടെക്നിക്കലി നോളേജ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ? അപ്പോ ഈ ഒരു കോഴ്സായിട്ട് പഠിക്കാതെ തന്നെ ഇതിനെ കുറിച്ച് അറിവുള്ള ആളുകളുണ്ട്, ശരിയല്ലേ? അപ്പൊ അതായത് കോഴ്സ് പഠിക്കേണ്ടതിന്റെ ആവശ്യം ശരിക്കും ഉണ്ടോ? ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്, നമ്മൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട കുറെ ടേംസ്, നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഡിസിപ്ലിൻ, ഇതൊക്കെ നമുക്ക് കോളേജിൽ നിന്ന് കിട്ടും. മൊത്തത്തിൽ കോളേജിൽ നിന്ന് കിട്ടുന്ന ഞാൻ എപ്പോഴും പറയുന്നില്ല. അതൊക്കെ നമുക്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത് അതൊക്കെയാണ് കോളേജിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. പിന്നെ സാധാരണ ഒരു കോളേജുകൾ പോലെ നമ്മൾ ലെക്ചറിന് പോകുന്നു, നമ്മൾ ലെക്ചർ എടുക്കുന്നു, നോട്ട്സ് എഴുതുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്ന പരിപാടിയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ സാറുമാർ പഠിപ്പിക്കും, താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കുക, നമ്മൾ അവരെ യൂസ് ചെയ്യാന്നുള്ളൊരു സാധനമാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. അല്ലാതെ നമ്മൾ കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, ആ പഠിച്ച നോട്ട്സ് കാണാപ്പാഠം പഠിച്ച് അത് നേരെ ആൻസർ പേപ്പറിൽ ഇടുന്നു, അങ്ങനത്തെ സാധനമല്ല. അതൊന്ന്. പിന്നെ ഈ മേഖലയിലേക്ക് കയറുന്ന സമയത്ത് ഉണ്ടാവേണ്ട ഒരു മിനിമം ക്രിയേറ്റീവ് സ്പാർക്ക് എന്നൊക്കെ പറയില്ലേ, ഇതിന്റെ സ്റ്റാർട്ടിങ് മിക്കതും എനിക്കൊക്കെ കോളേജിൽ നിന്നായിരുന്നു കിട്ടിയത്. നമ്മളിവിടെ ചിത്രം വരയ്ക്കുന്നതും മറ്റേ കാക്കനും പൂച്ചനൊക്കെ വരയ്ക്കുന്നത് പോലെ ഒരു പരിപാടിയല്ല ഈ ഡിസൈനിങ് എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്, ബേസിക് പരിപാടികളുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടുന്ന കോളേജിൽ നിന്നാണ്. അപ്പൊ കോളേജിൽ നിന്നാണ്. അപ്പൊ ഈ കോഴ്സ് എടുക്കാൻ പോകുമ്പോൾ ആ ഒരു സ്പാർക്ക് ഇല്ലാതെ, സ്പാർക്ക് മാത്രം കൊണ്ട് കാര്യമില്ല. നമുക്കിപ്പോ ക്രിയേറ്റിവിറ്റി ഏത് സൈഡിലേക്ക് ഒഴുക്കണമെന്നൊക്കെ ഇപ്പൊ എന്താ പറയാ, ഗ്രാഫിക് ഡിസൈനിങ്ങിൽ തന്നെ ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന പോലത്തെ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയുണ്ട്, ഇത് ഈ സെറ്റ് ഡിസൈൻ ചെയ്യുന്ന പരിപാടിയുണ്ട്, ഇതിലെ കോമ്പോസിഷൻസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന പരിപാടി. ചിലപ്പോൾ അതിലേക്ക് സ്പാർക്കുള്ള പിള്ളേരുണ്ടാവും, ചിലപ്പോൾ ഡിസൈനിങ്ങിലേക്ക് മാത്രം സ്പാർക്കുള്ള പിള്ളേർ. ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ? ഗ്രാഫിക് ഡിസൈനിങ്ങിൽ വരുന്നതല്ലേ ഇതൊന്നും, ഇതൊക്കെ വീഡിയോ റിലേറ്റഡ് പരിപാടികളല്ലേ. പക്ഷെ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഇതിലൊക്കെ നമുക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. അനന്തസാഗരം സെറ്റപ്പാണ്. അങ്ങനെ ആ ഒരു അനന്തസാഗരത്തിൽ നീന്തി അവസാനം ഞാൻ മനസ്സിലാക്കി ഞാൻ ഡിസൈനർ ആണെന്ന്. മാത്രമല്ല എല്ലാവരും കൂടെ പ്രഖ്യാപിക്കുകയും ഫസ്റ്റ് റാങ്ക് തന്നിട്ട് ദ ബെസ്റ്റ് ഡിസൈനർ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ആ ഒരു രീതിയിൽ നമ്മളതിനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കോളേജിലെ പരിപാടി അല്ല പുറത്ത്, അത് ഞാൻ പിന്നെയും പറയുന്നു. കോളേജിലെ ഒരു സെറ്റപ്പ് അല്ല നമ്മൾ ഇൻഡസ്ട്രിയിൽ കിടക്കുമ്പോഴും. അതിപ്പോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മൾ പഠിക്കുന്ന സാധനമായിരിക്കില്ല ഒരിക്കലും. ഇപ്പൊ എന്താ പറയാ, ഡോക്ടർ ആവാൻ പഠിച്ചിട്ട് സർജറി ചെയ്യുമ്പോൾ നമുക്ക് സർജിക്കൽ ബ്ലേഡ് തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രാക്ടീസ് പരിപാടിയൊക്കെ പറയില്ലേ, അത് അവിടെ തിയേറ്ററിൽ നിന്നാലല്ലേ കിട്ടുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കാര്യമുണ്ട്. പക്ഷെ ഇന്ന സാധനങ്ങളാണ് ഉള്ളത്, ഇപ്പോൾ ബ്ലേഡ് ഇതുപോലെയാണ്, മറ്റേതുപോലെയാണ്, ഇങ്ങനെയാണ് മുറിക്കേണ്ടതെന്നുള്ളതൊക്കെ കോളേജിൽ നിന്ന് പഠിപ്പിച്ചു തരും. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ എടുക്കേണ്ട സാധനമാണ്. നമ്മൾ ഏത് കോളേജിലാണ് പഠിച്ച? കോളേജ് സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഡിഗ്രിയും അവിടെ തന്നെയായിരുന്നു? ഡിഗ്രി അവിടെ ആയിരുന്നില്ല, ഡിഗ്രി കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അത് എൽദോ മാർ ബസിലിയസ് കോളേജ് എന്ന് പറഞ്ഞ കോളേജിലായിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തത്. അവിടെ ഡിഗ്രി പഠിച്ച് ജോലി കിട്ടി. ആദ്യം ആനിമേറ്റർ ആയിട്ടാണ് തുടങ്ങിയത്. ആനിമേഷൻ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പിന്നെ പയ്യെ സ്റ്റിൽ ഡിസൈൻ പരിപാടിയിലേക്ക് കിടക്കാനും കോമ്പോസിറ്റിങ് പഠിക്കാനും ഒക്കെ തുടങ്ങിയത്.
അങ്ങനെ പഠിച്ച് ഇപ്പം വീട്ടുകാരുടെ പ്രഷർ വെച്ചിട്ട് ഞാൻ പി ജിക്ക് കയറി പഠിച്ച് മറ്റേ എന്താ പറയാ മറ്റേ മെഴുതിരി വെളിച്ചത്തിലിരുന്ന് പഠിച്ച് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ഇരുന്ന് പഠിച്ച് അങ്ങനത്തെ ഒരു പരിപാടി ആയിരുന്നില്ല ബേസിക്കലി എനിക്കിത്. താല്പര്യമുള്ള കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നാഞ്ഞത്. പഠിച്ചു എന്താ പരിപാടി എന്ന് അറിയാനുള്ളൊരു ത്വര ഉണ്ടായിരുന്നു, അത് ചെയ്തപ്പോൾ അവർ ഒരു അപ്രിസിയേഷൻ എന്നൊരു റാങ്ക്. നമുക്കിങ്ങനെ ഗ്രാഫിക് ഡിസൈൻ ആ കോഴ്സ് എടുക്കാം എന്നുള്ളൊരു തോട്ട്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് പോവാം എന്നുള്ളൊരു തോന്നലൊക്കെ +2 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ? +2 ഒക്കെ ഞാൻ സെമിനാരിയിലായിരുന്നു. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. സെമിനാരിയിൽ പഠിക്കുമ്പോഴായിരിക്കാം മേ ബി കലയോടുള്ള താല്പര്യവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഉള്ളത് പറയാമല്ലോ, വീട്ടുകാർ അത്ര പ്രോത്സാഹനം ഉണ്ട് കേട്ടോ. ലൈക്ക് എനിക്ക് പുസ്തകങ്ങൾ വാങ്ങിത്തരും, കളർ പെൻസിൽ വാങ്ങിത്തരുന്നതൊക്കെ വീട്ടുകാരാണ്. എന്നാലും എനിക്ക് ചിത്രം വരച്ചതിന് തല്ലും കിട്ടിയിട്ടുണ്ട്. കാരണം പ്രാന്തായിരുന്നു എനിക്ക് ചിത്രം വര. പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് പെട്ടെന്ന് പരീക്ഷ എഴുതി തീർത്ത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിൽ ചിത്രം വരച്ചേ എനിക്ക് വീട്ടിൽ നിന്ന് തല്ലിയിട്ടുണ്ട്. മാതിരി പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ഛൻ പണി എന്ന് പറയുന്നൊരു ഫീൽഡ് ഞാൻ എക്സ്പ്ലോർ ചെയ്യണേ. അപ്പോൾ അവിടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഏകാഗ്രത സെറ്റപ്പാണ്. എന്നുവെച്ചാൽ ഒരു ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ സെൽഫ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ ഒറ്റയ്ക്കിരിക്കുമ്പോഴേക്കും ചിത്രം വരച്ചാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക കലയിലേക്ക് തിരിയണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പണി കഴിഞ്ഞ് +1 +2 ഞാൻ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് പേഴ്സണൽ റീസൺസ് അത് ഞാൻ പറയുന്നത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇനി വരയിലേക്കും കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലേക്കും എനിക്ക് മാറിയിട്ടാണ് കോഴ്സ് എടുക്കുന്നത്. അതാണ് മെയിൻ ടേണിംഗ് പോയിന്റ് ലൈഫിലെ ഈ കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ ചെറുപ്പത്തില് പടം വരച്ചിരുന്നതിന് അമ്മയുടെ ചീത്തയൊക്കെ അടികിട്ട പരിപാടികളൊക്കെ? പടം വരച്ചതിനല്ല, അമ്മേനെ കുറ്റം പറയാൻ പറ്റില്ല. ഇമാതിരി പടം വരെയൊക്കെ വരച്ചു കഴിഞ്ഞാൽ ആരതല്ലാതെ വരയ്ക്കുന്ന പടത്തിന്റെ പ്രശ്നം അങ്ങനെ അയ്യോ ഞാൻ അത്രക്കാരനല്ലേട്ടാ ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇമാതിരി പടം വരാൻ ആർക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചിത്രം വരയ്ക്കുന്നത് ക്ലാസ്സിൽ നടുക്ക് ലെക്ചർ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും. കാരണം എൻ്റെ മൈൻഡ് എപ്പം അറ്റൻഷൻ സ്പാൻ കുറഞ്ഞിട്ട് പോകുന്നു, അത് വിട്ടില്ലല്ലേ. അയ്യോ ഞാൻ ചിന്തിക്കുക പോലും, അങ്ങനെ ഒന്ന് ആലോചിക്കുക പോലും. ഞാൻ എന്തൊക്കെ ചിന്തിച്ചിട്ട് അച്ഛൻ പണിക്ക് പറയുന്നുണ്ട്, പടം വരച്ചതിന് അമ്മയുടെ അടി കിട്ടിയിട്ടുണ്ട്. എല്ലാം പറഞ്ഞുതരാം. അത് സാധാരണ എന്നെ ചിത്രം വര ശരിക്കും പഠിപ്പിക്കുന്നത് അമ്മയാണ്. ഞാൻ ചെറുപ്പത്തിൽ വരയ്ക്കാൻ അറിയില്ല, പക്ഷെ ഉള്ളിൽ കുറേ ഇമേജസ് ഉണ്ട്. ഇപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയും എനിക്ക് സിംഹത്തിനെ വരച്ചതെന്ന് പറയുമ്പോൾ മുതലാളി പണ്ടത്തെ ടെക്നിക്ക് വെച്ചിട്ട് സിംഹത്തിനെ വരച്ചു തരും. അത് കഴിഞ്ഞിട്ട് എനിക്ക് 3 വെച്ചിട്ട് മറ്റേ എന്താ ആന 3 വെച്ചിട്ട് ആന, പിന്നെ അണ്ണാൻ 2 വെച്ചിട്ട് അണ്ണാൻ. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പ്രൈമറി ലെസൺസ് എന്ത് വരയ്ക്കാനുള്ള. ഇതെന്റെ തലയിൽ കയറി ആദ്യമേ പറഞ്ഞു തരാണ്ടിരുന്ന ഇങ്ങനെ ആവില്ലായിരുന്നു. അല്ല, എന്നിട്ട് നമ്മൾ ഈ കോഴ്സ് എടുത്ത് ഈ ഒരു ഫീൽഡിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ അപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഇവരെ കൺവിൻസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അപ്പൻ ഓൾറെഡി കലാപരിപാടി തബല വായിക്കും, ആൾ ഹാർമോണിയം വായിക്കും, ട്രിപ്പിൾ ഡ്രം വായിക്കും. അപ്പോൾ ഓൾറെഡി ആ സൈഡിലേക്ക് ഉണ്ട്. അമ്മ ഡാൻസ് കളിക്കും, മറ്റേ പാട്ട് പാടൽ അപ്പൻ്റെ സൈഡാണെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് അങ്ങനെ കുറേ ക്രിയേറ്റീവ് കഴിവുകളുണ്ട്. എംബ്രോയിഡറി വർക്ക് പരിപാടി, തുന്നൽ, പിന്നെ ചിത്രം വരയ്ക്കല്. അമ്മയുടെ സ്കൂളിലൊക്കെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ അമ്മ വരച്ച ചിത്രങ്ങളാണ് പരിപാടി. അപ്പം ഇവരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. കാരണം ഇവർക്ക് അറിയാമല്ലോ ഞാൻ ഓൾറെഡി വരയ്ക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഇവരുടെ അടുത്ത് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, വേറെ എന്തെങ്കിലും കോഴ്സിൽ ചേർത്ത് നിങ്ങളെ പൈസ കളയുന്നത് നല്ലത്, എന്തെങ്കിലും ഉറപ്പുള്ള സാധനത്തിൽ എന്നെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ഇവരും ഒക്കെ ആയിരുന്നു. കൺവിൻസ് ചെയ്യാൻ പാട് ബാക്കിയുള്ളവരായിരുന്നു. പക്ഷെ ഇപ്പൊ റാങ്ക് ഒക്കെ വാങ്ങി വന്ന് നിൽക്കുമ്പോൾ പിന്നെ നല്ല രസമുണ്ട് അവരൊക്കെ ഫേസ് ചെയ്യാൻ. അതിനൊരു മറ്റേ ബാക്ക്ഗ്രൗണ്ട് അതെ കുറച്ച് ഓറ ഫോർമേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അവരെ കൺവിൻസ് ചെയ്യാനായിരുന്നു കുറച്ച് പാട്. അവരോട് പറഞ്ഞ് ലൈക്ക് എൻ്റെ അമ്മയുടെ ചേട്ടൻ ഇതേ ഫീൽഡിലായിരുന്നു. അപ്പം ആൾക്ക് ഉണ്ടാകുന്ന ബോഡി പെയിൻ ആ സൈഡിലുള്ള എലമെന്റ്സ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നവർ. അപ്പം ഷോതിൽ ഇത് കളിക്കുന്ന കളിയില്ല, ജീവിതമാണ് മറ്റേ ബേസുള്ള സൗണ്ടിൽ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, നടുവേദന എടുക്കും, കയ്യിൻ്റെ ഇവിടെ വർക്കാവില്ല, ഇതാണെന്നൊക്കെ അതൊക്കെ വരുന്നുണ്ട്. ഒബ്വിയസ്ലി എനിക്കും വരുന്നുണ്ട്, പക്ഷെ താല്പര്യമുള്ള പരിപാടി മൈൻഡ് ചെയ്യില്ല.
ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഫാമിലിയെ പറ്റി പറഞ്ഞു, എല്ലാവരും കലാകാരാണ് ഫാമിലിയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇപ്പോൾ വരയ്ക്കുന്ന കാര്യം മാത്രമല്ല, അല്ലാതെയും കുറേ എല്ലാവരും ഇപ്പോൾ ഷോദിലാണെങ്കിലും സെന്റിലാണെങ്കിലും രണ്ടുപേരും നന്നായി ഡാൻസ് ചെയ്യും. പിന്നെ ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് പരിപാടികൾ? ഡാൻസ് ഒരുവിധം ഓൾറൗണ്ടർ പരിപാടി ഉണ്ട്. ചെറുതായിട്ട് ഡാൻസ് കളിക്കുമെന്ന് വെച്ചാൽ ഡാൻസ് കളിക്കും, പാട്ട് പാടുന്ന വെച്ചാൽ പാട്ട് പാടും, വരയ്ക്കുമെന്ന് വെച്ചാൽ വരയ്ക്കും, എല്ലാം ചെയ്യും. പക്ഷെ അങ്ങനെ ഏതിലാണ് കിടലെന്ന് ചോദിച്ചപ്പോൾ ഇവർ റാങ്ക് കിട്ടിയ സ്ഥിതിക്ക് ഡിസൈനിലാണ് കിടലെന്ന് വേണേ പറയാം. നമ്മൾ ഇപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ജോയിൻ ചെയ്തു. ജോലി കിട്ടുക എന്ന് പറയുന്നത്, ഞാനത് പുതിയ എടുക്കുന്ന ആൾക്കാരോടും കൂടെ പറയാണ്, ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര പാടുള്ളൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. കാരണം എനിക്ക് 2 കോളേജിൽ നിന്ന് കഴിയുന്നതിന് മുന്നേ ജോലി കിട്ടിയായിരുന്നു, ക്യാമ്പസ് സെലക്ഷൻ തന്നെ കിട്ടിയായിരുന്നു. ഞാൻ ഈ പഠിച്ച 2 കോളേജിലും നല്ല പ്ലേസ്മെന്റ് സെല്ലുകളുണ്ട്. എൽഡോമാറിലാണെങ്കിലും ഈ STCCയിൽ ഞാൻ പ്രത്യേകം പറയണം, കാരണം ഈ കമ്പനിയൊക്കെ ഒരു എൻട്രി ലെവലിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമാണ്. സെൻറ്റ് ജോസഫിൽ അവരുടെ പ്ലേസ്മെന്റ് സെല്ല് ഞാൻ എന്താ പറയുക, ഇടി ഉണ്ടാക്കി റെസ്യൂമെ എഴുതി അങ്ങോട്ട് അയച്ച് അങ്ങനെയല്ല, അവരാണ് എന്നെ നിർബന്ധിക്കുന്നത്. ഞാൻ ഷോദിലെ കളിക്കുന്ന കളിയില്ല, ഇപ്പം റെസ്യൂമെ ഇട്ടാലാണ് നിനക്ക് ജോലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ഇടി ഉണ്ടാക്കി എന്നെ കൊണ്ട് റെസ്യൂമെ അയപ്പിച്ച് എനിക്ക് ജോലി അങ്ങനെയല്ല, അവരങ്ങനെയാണെന്നാണ് ഞാൻ. എൻ്റെ ഡിമാൻഡ് അല്ല, എൻ്റെ പൊന്നു, എൻ്റെ ഡിമാൻഡ് അല്ല ഞാൻ പറയുന്നത്. അവർ ബേസിക്കലി അങ്ങനെയാണ്. എൻ്റെ ക്ലാസ്മേറ്റ്സിനെയും എല്ലാവരെയും അപ്പോൾ അവർക്ക് അത്രയും സ്റ്റുഡൻസ് എല്ലാവരും പ്ലേസ്ഡ് ആവണം. അത് അവരുടെ റെപ്യൂട്ടേഷൻ അല്ലേ, അവരുടെ റാങ്കും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചാണ് എത്ര പിള്ളേർക്ക് പ്ലേസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ച് പരീക്ഷ എഴുതുന്ന പോലെയാണ് അവർക്കത്. അപ്പം നിങ്ങൾ ഇത്ര പിള്ളേർ എടുത്തിട്ട് എത്ര പിള്ളേർക്ക് ജോലി കിട്ടിയെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അവരാണ് അതിന് ആൻസറബിൾ. അപ്പോൾ അവരതിനനുസരിച്ച് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യുന്ന ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ഫിലിം ബേക്കർ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. വീഡിയോ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവരുടെ ഡിസൈൻസാണ് ഞാൻ ഹാൻഡിൽ ചെയ്യണം. ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ടീമുണ്ട്, ഞങ്ങൾ കുറച്ച് പേരായിട്ട്. അപ്പം ആ ടീമാണ് ഹാൻഡിൽ ചെയ്യണം. നന്നായി പോകുന്നു. നമ്മൾ സാധാരണ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്കൊരു എയിം ഉണ്ടാവുമല്ലോ, നമ്മൾ അടിച്ചു പൊളിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന, അങ്ങനെ ഇപ്പോൾ ആ ഒരു ലൈഫാണോ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആ ഒരു ലൈഫ് അത്യാവശ്യത്തിന് ഒരു എൻജോയ്മെന്റ് അതെ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യണ്ടേ. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ വാക്കൊക്കെ തലേ വരും, അതൊക്കെ പാടാ. അപ്പൊ അതിന് മുന്നേ ഇതൊക്കെ ചെയ്യണം, കോലം കണ്ട മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒരു അടിച്ചു പൊളിക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു അടിച്ചുപൊളി ലൈഫ് ബി റെസ്പോൺസിബിൾ എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ അടിച്ചു പൊളിച്ചോ എന്താന്ന് വെച്ചാൽ എന്ത് വേണമല്ലോ ആയിക്കോ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ അടുത്ത് റെസ്പോൺസിബിൾ ആയിരിക്കണം. എന്തടിച്ചു പൊളിയാണെങ്കിലും വീട്ടുകാരുടെ അടുത്ത് ഹാപ്പിയായി പറയാൻ പറ്റാവുന്ന ഒരു കഥയുണ്ടെങ്കിൽ അത് പ്രോപ്പർ അടിച്ചു പൊളി. വീട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റുന്ന കഥയില്ലെങ്കിൽ അത് ഇനി ചെയ്യരുത്. അത് നല്ല അടിച്ചുപൊളിയല്ല. വീട്ടുകാരുടെ അടുത്ത് നിങ്ങൾക്ക് പിറ്റേ ദിവസം വന്നിട്ട് അമ്മ ഞാൻ അവിടെ പോയി പൊളിയായിരുന്നു, കിടലിനായിരുന്നു. ഇതിൽ മദ്യപാനം ഒന്നും പറയുന്നില്ല ഞാൻ, പക്ഷെ അതും ഓക്കെയാണ് ഇന്ന വേ. ഇപ്പം വീട്ടുകാരുടെ അടുത്ത് പറയാൻ നല്ലതാണെങ്കിൽ ഓക്കെയാണ്. ഞാൻ ഇങ്ങനെ അടിച്ച് അവിടെ പോയി കിടന്നു അയ്യോ അതിലൊന്നും കാര്യമില്ലല്ലോ. ഇപ്പം ഞാൻ എല്ലാ ദിവസവും അമ്മയുടെ അടുത്ത് ഒന്ന് പറയും, ഇത് ഈ സോക്കോൾഡ് അടിച്ചുപൊളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീട്ടുകാരുടെ അടുത്ത് വന്നിട്ട് പറയും, അമ്മ ഞാൻ ഇന്നാൾ ഇവിടെ പോയായിരുന്നു, ഇന്ന ടെമ്പിളിൽ പോയായിരുന്നു, ആ ടെമ്പിൾ കിടലിനായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയായിരുന്നു, ബോംബെ പോയായിരുന്നു, അവിടെ പോയിരുന്നു. അതാണ് മെയിൻ ബേസിക്. വീട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ കിടൽ, അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കുന്ന നമ്മുടെ യൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല മെസ്സേജും കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിന് വിട്ടു പോകരുത് എന്നുള്ളൊരു കാര്യമാണല്ലേ. ലൈൻ എവിടെയാണ് നമുക്ക് മനസ്സിലാവും, മിക്കവർക്കും മനസ്സിലാവും. ചിലർ ലൈൻ കടന്നിട്ടാണ് മനസ്സിലാക്കുന്നത്, ചിലർ ലൈനിന് മുന്നേ മനസ്സിലാവും, ചിലർ ലൈനിൽ മനസ്സിലാക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പാരൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഓൾറെഡി സീരിയൽസ് ചെയ്യുന്നുണ്ട്, ആക്ടിങ് ചെയ്യുന്നുണ്ട്, ടെലിവിഷൻ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എല്ലാം ചെയ്യുന്നുണ്ട് ഷോദിൽ. നമ്മൾ പറഞ്ഞു ഓൾറൗണ്ടർ ആണെന്ന്. അപ്പോൾ ഈ ഒരു ആക്ടിങ് കാര്യം എടുത്താലും അതുണ്ടോ, അതിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഓൾറൗണ്ടർ ഞാൻ വെറുതെ ഒരു ഇതിന് പറഞ്ഞു എന്നുള്ളത് സീരിയസ് ആയിട്ട് എടുക്കല്ലേ. ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ആ ക്യാമറയുടെ മുന്നിൽ എടുക്കുന്ന സ്ട്രഗിളും അവരപ്പം കറക്ഷൻ പറയുമ്പോൾ നമ്മൾ തിരുത്തണം, എങ്ങനെ തിരുത്തണം എന്നറിയില്ല, ഒക്കെ പാടുള്ള പരിപാടി. അമ്മച്ചീനെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വഴിക്ക് പോകുന്നില്ല. അപ്പൊ ആക്ടിങ് എന്നുള്ളൊരു സംഭവം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇങ്ങനെ ചില പരിപാടിക്ക് നോക്കിയിട്ടുണ്ട്. കാര്യം കാണാതിരിക്കുന്ന നല്ലത്. ഞാനിവിടെ അന്ന് കൊറോണയുടെ സമയത്ത് ഷോർട്ട് ഫിലിമുകളുടെ ഒരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ അനിയനും അമ്മയുടെ ചേട്ടനൊക്കെ ഷോർട്ട് ഫിലിമുകൾ എടുക്കാൻ തുടങ്ങി, യൂട്യൂബ് ചാനലുകൾ തുടങ്ങാൻ തുടങ്ങി. അപ്പോൾ ഒബ്വിയസ്ലി വേറെ പൈസ കൊടുത്ത് അഭിനയിക്കാൻ നടന്മാരില്ലാത്തതുകൊണ്ട്
ഞങ്ങൾ തന്നെ ആയിരുന്നു അത്. ഞാനൊരു മോശം ആയിട്ട് പറയല്ല, ഞങ്ങൾ തന്നെ ആയിരുന്നു എല്ലാം. പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാ പ്രൊഡക്ഷനും ഞങ്ങൾ തന്നെ. ക്യാമറ എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ക്യാമറ. പിന്നെ ഞാൻ ഈ കോഴ്സ് പഠിച്ച കാരണം കൊണ്ട് എനിക്ക് എഡിറ്റിംഗ് അറിയാം, എഡിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കളർ കറക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കുന്നില്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ ദൈവമേ. അപ്പം എഡിറ്റ് ചെയ്തു, അത്ര നമുക്ക് നിർത്താം. എഡിറ്റ് ചെയ്തു, ഈ BGM ഒക്കെ ഇട്ട് ഒരു പടം. അപ്പം അതിലൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ തന്നെ എഡിറ്റ് ടേബിളിൽ നമ്മളെ കാണുമല്ലോ. അപ്പം ഞാൻ തീരുമാനിച്ചു നമ്മുടെ ഒരു പരിപാടിയല്ല, അവിടെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഡയറക്ടർമാർ കുറച്ച് കഷ്ടപ്പെടും, അവരിങ്ങനെ കട്ട് വിളിച്ച് പിന്നെയും ടേക്ക് പറഞ്ഞ്. പക്ഷേ ഈ അമ്മയും അച്ഛനും ഈ ഫീൽഡിലുള്ളവരായതുകൊണ്ട് തന്നെ അതിൻ്റെ പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ടാണല്ലേ? അല്ല വേണ്ട, അയ്യോ അങ്ങനെയല്ല. എന്താണ് നമുക്ക് ഇപ്പൊ കഴിവുണ്ടെങ്കിൽ നമുക്ക് ചെയ്തല്ലേ പറ്റൂ. അല്ലെങ്കിൽ ഒരു അയ്യേ. അവനുണ്ട്, അനിയനുണ്ട് കഴിവ്. അവൻ കുറച്ചുകൂടെ അഭിനയം, ഡയറക്ഷൻ, സിനിമ സൈഡിലേക്കാ. എനിക്ക് ഇപ്പുറത്തെ സൈഡിലേക്കാ. ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലേ? ആർട്ട്, വര, അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഈ വര എന്ന് പറയുമ്പോൾ കുറെ ലോഗോ വരയ്ക്കുക അങ്ങനെ പരിപാടികളൊക്കെ എല്ലാ പരിപാടിയും. ഇപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഫേമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി ബോർഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആർട്ടിന് നല്ല സ്കോപ്പ് ഉണ്ട്. പിന്നെ ലോഗോ സ്കെച്ച് ചെയ്യലുണ്ട്. അവിടെ ആർട്ടിന് അത്ര സ്കോപ്പില്ല, അത് കുറച്ചുകൂടി ഡിസൈൻ സൈഡല്ലേ, കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കും മെക്കാനിക്കലായിട്ടുള്ള പരിപാടികളാണ്. സ്റ്റോറി ബോർഡിങ് ഉണ്ട്, വരയ്ക്കുന്ന പരിപാടി. പിന്നെ ആൾക്കാർ ഇല്ലുസ്ട്രേഷൻ വരയ്ക്കല്, അതൊക്കെ അപ്പോൾ മിക്കത് ആണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ചില ആൾക്കാർക്ക് വാശി ഉണ്ടാവും, ലൈക്ക് എൻ്റെ സാധനം കൈകൊണ്ട് വരച്ച് ഹാൻഡ് ഡ്രോൺ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വേണമെന്ന് വാശിയുള്ളവർക്ക് നമ്മൾ ഒറിജിനൽസ് ചെയ്ത് കൊടുക്കും, അല്ലാത്തവർക്ക് ജനറേറ്റഡ് സാധനം ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു റാങ്ക് ഹോൾഡർ എന്നുള്ള നിലയിൽ ഗ്രാഫിക് ഡിസൈൻ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് താല്പര്യം ഉണ്ടെങ്കിൽ വരണം, നിങ്ങൾ വാശി പിടിച്ച് വരണം. അല്ലാതെ എന്നെ ആരും നിർബന്ധിച്ചില്ല, എന്നെ ആരും കൊണ്ടുവന്നില്ല, എനിക്ക് ഈ ഫീൽഡ് ആരും പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞ് പിന്നിലേക്ക് നിൽക്കരുത്. നിന്നാൽ നിങ്ങളുടെ നഷ്ടം, ബാങ്കിലിരിക്കാം, ബോറടിക്കാം. അതാണ് എൻജോയ്, ലൈക്ക് ലൈഫ് ഒന്ന് സെറ്റിൽ, ഒന്ന് എന്താ പറയുക, ഷഫിൾ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് മിക്സപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ വെൽക്കം അബോർഡ്. ഷോദിന്റെ ഒരു പാട്ട് കൂടെ കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. You can count on me like 1, 2, 3 and I'll be there, 'cause that's what friends are supposed to do. Oh yeah. പോരെ. ഷോദില് എൻജോയ് ചെയ്യുന്നതും ഇങ്ങനെ റാപ്പ് സോങ്സും കാര്യങ്ങളൊക്കെയാണോ സാധാരണ? റാപ്പൊന്നും എനിക്ക് അറിഞ്ഞൂടാ, റാപ്പൊക്കെ കേൾക്കും എന്നല്ലാതെ റാപ്പും പിന്നെ അനിയൻ പാടുട്ടാ, അവനറിയാം. അവനെ നമുക്ക് ഒരു ദിവസം കൊണ്ടുവന്നിട്ട് നശിപ്പിക്കാം, പാട്ട് പഠിപ്പിക്കാം. അവൻ പാട്ടും പാടും മര്യാദയ്ക്ക്. പിന്നെ നമുക്കിവിടെ ഷോക്കേസ് ചെയ്യാൻ പോലെ മിമിക്രി അല്ല, ഞാനിങ്ങനെ എന്താന്ന് വെച്ചാൽ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ നമ്മൾ ചോദിക്കാത്തതിന്റെ പേരിൽ എന്തെങ്കിലും മിസ്സായി പോകരുതല്ലോ. എനിക്ക് ചിത്രം വരയ്ക്കാനാണ് ബേസിക്കലി അറിയുള്ളൂ. ഞാൻ പാട്ട് പാടുന്നു പറയുന്നത് പാട്ട് പാടും. ഞാൻ പാട്ട് പാടുന്നു പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയാം, നമ്മളിങ്ങനെ മൈക്കിനെ ഗ്രൂപ്പ് സോങ് ഒക്കെ പാടുന്ന സമയത്ത് മൈക്കിന്റെ ആദ്യം ഒരാളുണ്ടാവും, അത് പാടാറിയുന്ന ആൾ. പിന്നെ രണ്ടാമത് ഒരാളുണ്ടാവും അഡ്ജസ്റ്റ്മെന്റ്. മൂന്നാമത്തെ ആളാണ് ഞാൻ. പാടാറിയെന്ന് വെച്ചാൽ പാടാറിയാം, എന്നാ മൈക്കിന്റെ ഫ്രണ്ടിൽ നിർത്താൻ പറ്റുമോ? ആണ് ഓൾറൗണ്ടർ, സ്പെഷ്യലൈസ് ചെയ്യുന്ന ഇതിലാണ്. വരയ്ക്കാൻ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം വരച്ചാൽ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും എല്ലാറ്റിലും ഇപ്പം ഞാൻ പാടാൻ പറഞ്ഞപ്പോഴും ഇല്ല ഭയങ്കരമായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ഇപ്പം റെഡിയല്ല, ത്രോട്ട് പ്രോബ്ലം ഇങ്ങനെയൊന്നും പറഞ്ഞില്ല, പാടി. ആ ഒരു മൂന്നാമത്തെ ആളാണ് ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും ഗ്രൂപ്പ് മൂന്നാമത്തെ ആളാണെങ്കിലും നമുക്ക് പാടാൻ പറഞ്ഞപ്പോൾ പാടി. അപ്പം എന്ത് ചെയ്യാൻ പറഞ്ഞാലും നോ എന്ന് പറയാതെ ഐ വിൽ ട്രൈ എന്ന് പറയുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും. നമുക്ക് അറിയുമ്പോൾ എല്ലാവരും, അപ്പോൾ പാരൻസ് ആണെങ്കിലും ബ്രദർ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ സംസാരിക്കുമ്പോഴും കുറേ വിഷയങ്ങളുണ്ടാവും, കാരണം എല്ലാം ഒന്ന് തൊട്ട് പോയിട്ടുള്ള ആൾക്കാരാണ്. അതെ, കണ്ടന്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ, എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഇതുപോലെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാവുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ റാങ്ക് കിട്ടിയിട്ട് നമ്മളിങ്ങനെ ഫുൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഫാമിലിയിൽ റാങ്ക് ഒന്നും കിട്ടണമെന്നില്ല, ഞങ്ങൾക്ക് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഇടി ഉണ്ടാക്കി ഹാപ്പി ആയി. റാങ്ക് ഒന്നും അവിടെ ഒരു വിഷയമല്ല. റാങ്ക് ഒക്കെ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, എന്തൊക്കെയാ എത്ര പരീക്ഷ ഞാൻ പൊട്ടിക്കണു. പരീക്ഷ പൊട്ടിയിലൊന്നും തളരണ്ട,
വരും ഒരു സമയം. നമ്മൾ അവർക്ക് ഒരു റോൾ മോഡൽ ആണല്ലേ. അതെ, അതെ. പല പ്രാവശ്യം മാർക്ക് കുറഞ്ഞു എന്ന് വെച്ച് വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിഷമിക്കണ്ട, നിങ്ങൾക്കൊരു അവസരം കറക്റ്റ് ടൈമിങ് വരും, അപ്പ കലക്കണം. അപ്പൊ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പാടില്ല, പിന്നെ നമ്മൾ അടങ്ങിയിരിക്കാൻ പാടില്ല, അപ്പൊ കലക്കണം. അപ്പൊ എന്തായാലും ഷോദിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ബാക്കിയുള്ളവർക്കും അതൊരു പോസിറ്റിവിറ്റി കിട്ടും. നമ്മളിങ്ങനെ നെഗറ്റീവ് ആയിട്ട് ഇരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ഷോദിലാണെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും ആണെങ്കിലും കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിങ്ങനെ ഹാപ്പി ആവും. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഷോദിലിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി വീണ്ടും മറ്റൊരവസരത്തിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാനായിട്ട് പുതിയ വിശേഷങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.